ഗൈസ്, നമ്മൾ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ടാബ്ലൂവിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് വിഷ്വലൈസേഷൻ ആണ്. വേഡ് ക്ലൗഡ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും എന്താണ് വേഡ് ക്ലൗഡ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വേഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. കൂടുതൽ ഈ ടെക്സ്റ്റ് അനലിറ്റിക്സ് ഫീൽഡിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് വേഡ് ക്ലൗഡ് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനൊരു വേഡ് ക്ലൗഡ് നമുക്ക് ടാബ്ലൂ ഡെസ്ക്ടോപ്പ് വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ഒരു എക്സൽ ഡാറ്റയാണ്. മൊബൈൽ ഫോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണിത്. നമ്മൾ മൊബൈൽ ഫോൺസിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൻ്റെ ബ്രാൻഡ്സിനെ പറ്റിയിട്ട് സംസാരിക്കും അല്ലേ? പിന്നെ അതിൻ്റെ അത് ആൻഡ്രോയിഡ് ആണോ ഐ ഒ എസ് ആണോ, അതിൻ്റെ ബാറ്ററി ലൈഫ് എത്ര ഉണ്ടായിരിക്കും, പിന്നെ അത് 5G ആണോ 4G ആണോ, പിന്നെ അതിൻ്റെ പ്രൊസസ്സർ, സ്റ്റോറേജ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ബ്രാൻഡായിരിക്കും അല്ലേ? സോ അത് ഞാൻ ഔട്ട് ഓഫ് 50ലാണ് ഞാനിവിടെ ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത്. ഐഫോൺ ഒരു 50 കൊടുത്തിട്ടുണ്ട്, സാംസങ് 45 കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ആൻഡ്രോയിഡ് ആണോ ഐ ഒ എസ് ആണോ എന്നുള്ള കാര്യങ്ങളായിരിക്കും. അതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റിയിട്ടായിരിക്കും, അതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ പറ്റിയിട്ടായിരിക്കും, അതിൻ്റെ സ്ക്രീൻ സൈസിനെ പറ്റിയിട്ടായിരിക്കും, പിന്നെ 5G കണക്ടിവിറ്റി, പ്രൊസസ്സർ, സ്റ്റോറേജ്. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ കൗണ്ട് ചെയ്യാൻ കൂടുതലും, പിന്നെ കുറവ് സംസാരിക്കുന്ന കാര്യങ്ങളുടെ കൗണ്ട് കുറവും. കണ്ടില്ലേ, ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, അതിനെ പറ്റിയിട്ട് നമ്മൾ അധികം സംസാരിക്കില്ല. അപ്പോൾ അതിൻ്റെ കൗണ്ട് കുറവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റയാണ് ഞാൻ വേൾഡ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടാബ്ലറ്റ് ഡെസ്ക്ടോപ്പ് എടുക്കുകയാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ടാബ്ലു ഡെസ്ക്ടോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടാബ്ലു ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാബ്ലുവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 14 days ഓഫ് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ID വെച്ചിട്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടാബ്ലു ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ബെസ്റ്റ് ചോയ്സ്. 14 days ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ടാബ്ലു എക്സ്പ്ലോർ ചെയ്യണം, ഈ BI ടൂൾ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ അത് ഫ്രീ ആണ്, സ്റ്റുഡൻറ്റ് ID വെച്ചിട്ട് ഫ്രീ ആണ്. സോ നമുക്കിനി ഈ വേഡ് ക്ലൗഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ എക്സൽ ഡാറ്റയാണ് എനിക്കിവിടെ ലോഡ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കണക്റ്റിൻ്റെ അടിയിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ വേഡ് ക്ലൗഡ് ഈ എക്സൽ ഡാറ്റ ടാബ്ലുവിലേക്ക് ലോഡ് ചെയ്യാണ്. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റ ടാബ്ലു ഡെസ്ക്ടോപ്പിലേക്ക് ലോഡായി. ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഡാറ്റ ലോഡായി. ഇനി നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷീറ്റ് 1ൽ ക്ലിക്ക് ചെയ്തു. ഷീറ്റ് 1ൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തൊക്കെ കോളാണ്, എനിക്ക് വേർഡും ഉണ്ട്, ഫ്രീക്വൻസിയും ഉണ്ട്. സോ ഇനി വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വേഡ് ക്ലൗഡ് എന്താണ് അഡ്വാൻസ് വിഷ്വലൈസേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ചാർട്ട്സ് കാണാം. ഈ ഷോമിയുടെ നിങ്ങൾക്ക് ഇവിടെ ഷോമി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചാർട്ട്സ് കാണാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം 3, 6, 9, 12. സോ ഒരു 24 ടൈപ്പ് ഓഫ് ചാർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ടാബ്ലുവിൻ്റെ ബേസിക് ചാർട്ട്സ് അവൈലബിൾ ആണ്. ഇതിലൊന്നിലും വേഡ് ക്ലൗഡ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അതൊരു അഡ്വാൻസ് വിഷ്വലൈസേഷനായിട്ട് വന്നത്. ടാബ്ലുവിൽ നമുക്ക് ഈ 24 ചാർട്ട്സ് മാത്രമല്ല, നമുക്ക് ഒരുപാട് ചാർട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, പൈ ചാർട്ടാണിത്. ഇതിൻ്റെ അഡ്വാൻസ് വിഷ്വലൈസേഷനാണ് ഡൊണറ്റ് ചാർട്ട്. അത് നമുക്ക് ടാബ്ലുവിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ ചാർട്ട്സ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല, പക്ഷെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ടാബ്ലുവിൽ. സോ നമുക്ക് എങ്ങനെ വേഡ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഈ വേഡ് എടുത്ത് ഞാൻ ഈ റോ ഷെൽഫിലേക്ക് കൊണ്ടുവന്നു, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഈ ഫ്രീക്വൻസി ഞാൻ ഡ്രാഗ് ചെയ്ത് ഈ ടെക്സ്റ്റിലും വന്ന് ഡ്രോപ്പ് ചെയ്തു. സോ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ മെത്തേഡ് ഞാൻ അൺഡു ചെയ്യാനായിട്ട് നമുക്ക് കീബോർഡിൽ കൺട്രോൾ Z അടിച്ചാലും പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എരോ ബട്ടനും ഉണ്ട്, ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടില്ലേ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേഡിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഫ്രീക്വൻസിയിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, കണ്ടില്ലേ.
ടാബ്ലു ഡിഫോൾട്ടായിട്ട് തന്നെ ഞാൻ വേർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് റോ ഷെൽഫിലേക്കും ഫ്രീക്വൻസിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ടെക്സ്റ്റ് കാർഡിലേക്കും ആഡായി. ഇനി വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വേർഡ് ഞാൻ സെലക്ട് ചെയ്തു. അതേപോലെ എനിക്ക് എന്താ വേണ്ടത്, ഫ്രീക്വൻസിയും സെലക്ട് ചെയ്യണം, ഫ്രീക്വൻസിയും വേണം. അപ്പോൾ അതിന് വേണ്ടി ഫ്രീക്വൻസി സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ കീബോർഡിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രീക്വൻസിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെലക്ട് ആയി. അതിനുശേഷം ഈ ഷോമി പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ചാർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ ടെക്സ്റ്റബിൾസ് സെലക്ട് ചെയ്യാണ്. കണ്ടില്ലേ, ഈ 3 രീതിയിൽ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഇടാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേർഡ് ക്ലൗഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോമിയിൽ പോയിട്ട് നമ്മളെ വേർഡ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചാർട്ടാണ് ഈ ട്രീ മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ട്രീ മാപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ട്രീ മാപ്പിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ കളറ് ബ്രൈറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടും കാണാനായിട്ട് പറ്റും. കണ്ടോ, ഐഫോണിൻ്റെ ഫ്രീക്വൻസി 50 ആണ്, കളർ ഭയങ്കര ബ്രൈറ്റ് ആണ്. സ്ക്രീൻ സൈസ് 34, കണ്ടില്ലേ, കളറ് ചെറുതായിട്ട് ലൈറ്റായി. പിന്നെ കണ്ടോ, OnePlus ഫ്രീക്വൻസി 21, ഗൊറില്ല ഗ്ലാസ് 8. സോ കണ്ടില്ലേ, നമ്മൾ കൂടുതൽ മൊബൈൽ ഫോണിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ബ്രാൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ഞാൻ 50 കൊടുത്തുകൊണ്ടും ഇതിവിടെ ബ്രൈറ്റായി. കൂടുതൽ സംസാരിക്കാത്ത കാര്യങ്ങൾ, ഫ്രീക്വൻസി കുറവുള്ള കാര്യങ്ങൾ ലൈറ്റ് കളറിലും കണ്ടു. ഇനി ഇനി നമുക്ക് അഡ്വാൻസ് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മാർക്സ് കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റിൽ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, വേർഡ് ക്ലൗഡ് ക്രിയേറ്റ് ആയി. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമുക്കത് എൻ്റെ വ്യൂവിൽ കാണാം. എൻ്റെ വ്യൂവിൽ കണ്ടു, ഓക്കെ, കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റ് ബ്രൈറ്റ് ആയിട്ടും ലൈറ്റായിട്ടൊക്കെ കാണുന്നത് കണ്ടില്ലേ. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ സെയിം ഡേറ്റാസ് ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.